പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇല്ലുമ്മ, എനിക്ക് ടൈമായിട്ടുണ്ട്, ഞാൻ പോവാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഫുഡ് വാങ്ങി കഴിച്ചോളാം, ഫാത്തിമ പറഞ്ഞു. ഇല്ല മോളെ, പോകല്ലേ, ഞാൻ ചോറ് തരാം, അല്ലെങ്കിൽ നിനക്ക് വിശക്കും. ഇല്ലുമ്മ, ഉമ്മ എന്താ ഈ പറയണത്? എനിക്കൊരു വിശപ്പില്ല, അവൾ പറഞ്ഞു. അവൾ ഓടിക്കിതച്ച് സ്കൂളിലേക്ക് പണിയെടുത്തു. അവൾ നടന്നാണ് സ്കൂളിലേക്ക് പോകുന്നത്. സ്കൂൾ വിട്ട് വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ അമ്മ അവളോട് ഒരു കാര്യം പറഞ്ഞു. മോളെ, നമുക്കൊരു കാര്യം വന്നിട്ടുണ്ട്. അവൾ ചോദിച്ചു. എന്താണമ്മ കാര്യം? പറയൂ, എന്താണ്? നിനക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. 2-3 കേസ് ഇങ്ങനെ അന്വേഷണം വന്നിരുന്നു. അപ്പം എന്നോട് ഞാൻ ചോദിച്ചിട്ട് പറയാമെന്നാ പറഞ്ഞത്. ഇത് നല്ല കേസാണ്, ഉപ്പ അന്വേഷിച്ചിരുന്നു, ആയിഷ അവളുടെ മകളോട് പറഞ്ഞു. മകൾ പറഞ്ഞു, വേണ്ട ഉമ്മ, എനിക്കിപ്പോൾ വേണ്ട, ഞാൻ പഠിക്കില്ലേ, ഞാൻ +2 അല്ലേ എത്തിയിട്ടുള്ളൂ, ഇപ്പം തന്നെ എനിക്ക് എന്തിനാണ് കല്യാണമൊക്കെ നോക്കുന്നത്? ആയിഷമ്മ വളരെ സങ്കടത്തോടെ മകളോട് പറഞ്ഞു. എല്ലാം മോളെ, നല്ലതാണെങ്കിൽ നമുക്ക് നടത്താമല്ലോ, നീ സമ്മതിക്ക്, ഞാൻ ഉപ്പയോട് പറയുന്നു, ഉപ്പ നാളെ അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവൾ മനസ്സോടെ മൂടിക്കൊടുത്തു. അങ്ങനെ അടുത്ത ദിവസം ചെക്കനും കൂട്ടരും വന്നു. അവർ തമ്മിൽ ഇഷ്ടപ്പെട്ടു. ചെക്കൻ സൗദിക്കാരനാണ്. അങ്ങനെ അവരുടെ കല്യാണം നിശ്ചയിച്ചു. ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തു. നിക്കാഹ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ അത് ആർഭാട് നല്ല രീതിയിൽ നടന്നു. എല്ലാവർക്കും കഥ തുടക്കത്തിലൊക്കെ ചെറിയൊരു പിശകൊക്കെ ഉണ്ട്. എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇതൊരു റിയൽ കഥയാണ് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ഒരു കഥയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരിതാണ്. നമ്മുടെ നാട്ടിൽ ചില പെൺകുട്ടികൾക്ക് അനുഭവിക്കുന്ന വേദനകൾ ഈ കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാൻ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും, കാരണം ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റോറി പറയുന്നത്. അപ്പം നമുക്കൊരു സ്പീക്കിങ്ങിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ വരും കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കഥയുടെ പേരാണ് തീരാ കണ്ണീർ. നല്ല റിയൽ സ്റ്റോറിയാണ് കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അവിടുത്തെ പാട്ട് ഞാൻ നാളെ ഇടാം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാൻ പിന്നെയും പറയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അടുത്ത പ്രാവശ്യം ഒന്നും കൂടി ഉഷാറാക്കിയിട്ട് പറയാൻ ശ്രമിക്കാം. താങ്ക് യു.